ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം പഞ്ചദശോധ്യായം. ഇതിലെ പൃഥുവിൻ്റെ ജനനവും രാജ്യാഭിഷേകവും പറയുന്നു. ആദ്യത്തെ ശ്ലോകം. മൈത്രേയ ഉവാച അഥ തസ്യ പുനർവിപ്രൈരപുത്രസ്യ മഹീപതേ ബാഹുഭ്യാം മധ്യമാനാഭ്യാം മിഥുനം സമപദ്യതാം. അഥ തസ്യ പുനർവിപ്രൈരപുത്രസ്യ മഹീപതേ ബാഹുഭ്യാം മധ്യമാനാഭ്യാം മിഥുനം സമപദ്യത. അപ്പോൾ അനന്തരം ആ വിപ്രന്മാരാൽ ബ്രാഹ്മണന്മാരാൽ വീണ്ടും മഥിക്കപ്പെട്ട കടയപ്പെട്ട ആ പുത്രനില്ലാത്തവനായിരിക്കുന്ന ആ വേനൻ്റെ ആ മഹീപതേഹെ ആ രാജാവിൻ്റെ ബാഹുക്കളിൽ നിന്നും ബാഹുഭ്യാം മധ്യമാനാഭ്യം മിഥുനങ്ങളായിട്ടുള്ള ഒരു പുരുഷനും സ്ത്രീയും സമപദ്യത ആവിർഭവിച്ചു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലത്തെ പദങ്ങൾ നോക്കാം. അഥ അനന്തരം, വിപ്രൈഹി വിപ്രന്മാരാൽ, പുനഃ വീണ്ടും, മധ്യമാനാഭ്യാം കടയപ്പെട്ട, അപുത്രസ്യ പുത്രനില്ലാത്തവനായ, തസ്യ ആ മഹീപതേ രാജാവിൻ്റെ, അതായത് വേനൻ്റെ എന്നർത്ഥം, ബാഹുഭ്യാം ആ ബാഹുക്കളിൽ നിന്ന്, മിഥുനം ഒരു പുരുഷനും സ്ത്രീയും, സമപദ്യത ആവിർഭവിച്ചു. എന്നുകൂടി പറയാം. അഥ അനന്തരം, വിപ്രൈഹി വിപ്രന്മാരാൽ, പുനഃ വീണ്ടും, മധ്യമാനാഭ്യാം കടയപ്പെട്ട, അപുത്രസ്യ പുത്രനില്ലാത്തവനായ, തസ്യ ആ മഹീപതേഹെ ആ രാജാവിൻ്റെ വേനമഹാരാജാവിൻ്റെ, ബാഹുഭ്യാം ബാഹുക്കളിൽ നിന്ന്, മിഥുനം ഒരു സ്ത്രീയും പുരുഷനും, സമപദ്യത ആവിർഭവിച്ചു. അതാണ് അഥ തസ്യ പുനർവിപ്രൈരപുത്രസ്യ മഹീപതേ. അനന്തരം ആ രാജാവിൻ്റെ അപുത്രസ്യ പുത്രനില്ലാത്ത രാജാവിൻ്റെ ആ ബാഹുക്കളെ മഥനം ചെയ്യപ്പെട്ടു ആ വിപ്രന്മാരാൽ. അപ്പോൾ അതിൽ നിന്നും ഒരു മിഥുനം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. പുത്രനില്ലാത്ത മൃതിയടഞ്ഞ വേനൻ്റെ ആ ജഡശരീരത്തിൻ്റെ കൈകളാണ് പിന്നീട് ഋഷിമാർ കടഞ്ഞത്. അപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും അവിടെ സംജാതരായി. ഇതിലത്തെ അന്വയം വന്നിട്ട് അഥ വിപ്രൈഹി പുനഃ മധ്യമാനാഭ്യാം അപുത്രസ്യ തസ്യ മഹീപതേഹെ ബാഹുഭ്യാം മിഥുനം സമപദ്യത. എന്നുകൂടി പറയാം. അഥ വിപ്രൈഹി പുനഃ മധ്യമാനാഭ്യാം അപുത്രസ്യ തസ്യ മഹീപതേഹെ ബാഹുഭ്യാം മിഥുനം സമപദ്യത. അതായത് അനന്തരം വിപ്രന്മാരാൽ വീണ്ടും മഥനം ചെയ്യപ്പെട്ട ആ പുത്രനില്ലാത്തവനായ ആ രാജാവിൻ്റെ ബാഹുക്കളിൽ നിന്നും ഒരു പുരുഷനും സ്ത്രീയും അവിടെ ആവിർഭവിച്ചു. തുടയിൽ നിന്നും ഉത്ഭവിച്ചത് വേനൻ്റെ പാപമാണ്. തുട കടഞ്ഞപ്പോൾ അതിൽ നിന്നും ഉത്ഭവിച്ചത് പാപമാണ്. ആ മനുഷ്യൻ ഭരണകാര്യങ്ങൾക്ക് അർഹനല്ല, നിഷാദനായിട്ട് വനത്തിലേക്ക് പോവുകയും ചെയ്തു. തുടയിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ. അത് ഒരു വേനൻ്റെ പാപമാണ്. ആ മനുഷ്യൻ ആ ഭരണകാര്യങ്ങൾക്ക് അർഹനല്ലാത്തതുകൊണ്ടും നിഷാദനായിട്ട് കാട്ടാളനായതുകൊണ്ട് വനത്തിലേക്ക് പോവുകയും ചെയ്തു. അതിനാൽ വേനൻ അപുത്രൻ, രാജ്യഭാരം പിന്തുടരാൻ അർഹതയുള്ള സന്തതി ഇല്ലാത്തവൻ തന്നെ ആയിരിക്കണം. അങ്ങനെ അഥ ആ ശബ്ദത്തിന് ആനന്തര്യം മംഗളാർത്ഥവും കൽപ്പിക്കാം. അങ്ങനെ അകാരശ്ചാഥ ശബ്ദശ്ച ദ്വാവേതൗ ബ്രഹ്മണ പുരാ കണ്ഠം ഭിത്വാ വിനിര്യാതൗ തസ്മാൻ മാംഗളീകാവുഭൗ. അപ്പോൾ ഈ ശ്ലോകത്തിൽ വിവരിച്ച മിഥുനങ്ങളെ, അപ്പോൾ കൈകളെ കടഞ്ഞപ്പോൾ അതിൽ നിന്നുമുണ്ടായതാണ് മിഥുനങ്ങൾ. പൃഥുവും അർച്ചിസും, ഒരു പൃഥു രാജാവും അർച്ചിസ് എന്നുള്ള പുത്രിയും എന്ന് വരുന്ന ഭാഗങ്ങളിൽ കാണാം. ഈ മഥനത്തെ പറ്റിയിട്ട് മറ്റ് പുരാണങ്ങളിലൊക്കെ പ്രഥമ ദൃഷ്ട്യാ വൈരുദ്ധ്യശങ്കയ്ക്ക് അവകാശമുള്ള പ്രകരണങ്ങൾ കാണാം. വേനൻ്റെ ദക്ഷിണഹസ്തം മഥനം ചെയ്തുവെന്നും അതിൽ നിന്ന് ചാപം, അസ്ത്രങ്ങൾ ഇത്യാദികളോടുകൂടിയ ഒരു മഹാപുരുഷൻ ആവിർഭവിച്ചുവെന്നും മഹാഭാരതം, ബ്രഹ്മപുരാണം ഇത്യാദികളിലൊക്കെ അങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഭൂയോസ്യ ദക്ഷിണം പാണിം മമന്ധുസ്തേ മഹർഷയ തതഃ പുരുഷ ഉത്പന്നോ രൂപേണേന്ദ്ര എന്ന് ഭാരതത്തിൽ പറയുന്നുണ്ട്. തതഃ പുനർമഹാത്മനഃ പാണിം വേണസ്യ ദക്ഷിണം അരണീമിവ സംരബ്ധ മമന്ധുർജാതമന്യവഃ പൃഥുസ്തസ്മാൽ സമുത്പന്നഃ
कराज्वलन संनिभः दीप्यमानः स्वपुषा साक्षादग्निरिवज्वलन् अथ सोजगवं नाम धनुर्गृह्य महारवं ശരാംശ്ച ദിവ്യാൻ രക്ഷാർത്ഥം കവചം ച മഹാപ്രഭം. വലതുകൈ കടഞ്ഞ കാര്യം മാത്രമേ ഇവിടെ സ്പർശിച്ചിട്ടുള്ളൂ എന്ന് വ്യാഖ്യാനിച്ചാൽ ആ വൈരുദ്ധ്യമില്ല. അജഗവം എന്ന ചാപം അസ്ത്രങ്ങളും കവചങ്ങളും മറ്റും ഉത്ഭവിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു, ജനിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു എന്നാണല്ലോ ബ്രഹ്മപുരാണത്തിൽ നിന്നും കാണുന്നത്. ഇവയെല്ലാം ഓരോ ദേവന്മാർ ദാനം ചെയ്തതാണ്. ഭാഗവതത്തിൽ ഇനി പറയാൻ പോകുന്നത് ജനിച്ച ഉടനെ അപ്രകാരം ദാനം ചെയ്തതിനെ ബ്രഹ്മാദി പുരാണങ്ങൾ ആലങ്കാരികമായിട്ട് ജന്മന അവയെല്ലാം ധരിച്ചവനായിരുന്നുവെന്ന് വിശേഷിപ്പിക്കുകയാണെന്ന് എടുത്താൽ അവിടെയും വൈരുദ്ധ്യമില്ല. അപ്പം ദേവന്മാർ നൽകി എന്നത് വിഷ്ണുപുരാണവും ഖാത്പപാതം തത്തോ ധനുഹു ആലങ്കാരികമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വേനൻ്റെ ദക്ഷിണഹസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തെ കൈ കടഞ്ഞപ്പോഴാണ് അതിൽ നിന്നൊരു മഹാപുരുഷൻ ആവിർഭവിച്ച് അസ്ത്രവും ചാപവും ഒക്കെ പിടിച്ചിട്ടുള്ള അതാണ് ഇവിടെ പറഞ്ഞ അജഗവം എന്ന ചാപം അസ്ത്രങ്ങളും കവചങ്ങളും മറ്റും ഉത്ഭവിച്ച മഹാപുരുഷൻ എന്ന് പറയുന്നത് പൃഥു ആണ്. അവിടെ പൃഥുവിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. നമ്മൾക്ക് നോക്കാം ഇതിലെന്താ പറഞ്ഞതെന്ന് നോക്കാം. മൈത്രേയ ഉവാച, മൈത്രേയം പറഞ്ഞു, പിന്നെ ആ പുത്രരഹിതനായിരിക്കുന്ന വേനരാജാവിൻ്റെ ബാഹുക്കൾ ബ്രാഹ്മണർ കടഞ്ഞു, അതിൽ നിന്ന് ഒരു പുരുഷനും സ്ത്രീയും ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. സ്ത്രീയുണ്ടായി. ഇവിടെ വന്നിട്ട് അനന്തരം ആ ബ്രാഹ്മണരായിരിക്കുന്ന ഋഷികൾ സന്താനഹീനൻ ആയിരുന്ന ആ രാജാവിൻ്റെ 2 കൈകളെയും പിന്നെയും മഥനം ചെയ്തപ്പോൾ ഓരോന്നിൽ നിന്നും ഓരോ സന്താനമുണ്ടായി. ഒരു പുരുഷനും ഒരു സ്ത്രീയും ആയിരുന്നു. ഇത് വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞാൽ നോക്കാം നമുക്ക്. ഇവിടെ കഴിഞ്ഞ അധ്യായം അവസാനിച്ചപ്പോൾ പറഞ്ഞു, ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ പൃഥുരുപാഖ്യാനം. ആ പൃഥുവിൻ്റെ ഉപാഖ്യാനം നിഷാദോൽപത്തിർനാമ, നിഷാദൻ ആയിരിക്കുന്ന പുത്രൻ ഉണ്ടായതൊക്കെയുള്ള ആ ചതുർദശോധ്യായം അവിടെ സമാപ്തമായി. പിന്നെ അടുത്ത പഞ്ചദശോധ്യായം ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. തതഃ പഞ്ചദശേ വിപ്രൈർ മഥ്നാൻ വേനം ആഹൂതഃ. ആ വിപ്രന്മാർ ആ വേനൻ്റെ ആ കൈകളെ മഥനം ചെയ്തതിനെ പറ്റിയിട്ട് പറയുന്നു. ജാതസ്യതു പൃഥോർ ഉക്തം അഭിഷേകാർഹണാദികം. അപ്പോൾ അതിൽ നിന്നും പൃഥു എന്ന് പറഞ്ഞിട്ടുള്ള ആ രാജാവ് ഉണ്ടാവണു. ഉക്തം അഭിഷേകം, അഭിഷേകം ചെയ്യാൻ അർഹനായിരിക്കുന്ന പൃഥു ഉണ്ടായ ചരിത്രത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. മൈത്രേയ ഉവാച, അഥ വിപ്രൈഹി പുനസ്തസ്യ ബാഹുഭ്യാം മധ്യമാനാഭ്യാം. അങ്ങനെ ആ വിപ്രന്മാരെ വീണ്ടും ആ രാജാവിൻ്റെ ബാഹുക്കളെ മഥനം ചെയ്തപ്പോൾ മിഥുനം സമപദ്യത, ഒരു മിഥുനം അവിടെ ഉണ്ടായി, പുരുഷനും സ്ത്രീയും അവിടെ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അഥ വിപ്രൈഹി, പ്രകാരം ആ വിപ്രന്മാർ പുനസ്തസ്യ വീണ്ടും ആ കൈകളെ, രാജാവിൻ്റെ കൈകളെ ബാഹുഭ്യാം മധ്യമാനാഭ്യാം മഥനം ചെയ്തപ്പോൾ അതിൽ നിന്നും മിഥുനം സമപദ്യത, ഒരു സ്ത്രീയും പുരുഷനും അതിൽ നിന്നും ഉണ്ടായി. മൈത്രേയ ഉവാച, ഇപ്പം ഇങ്ങനെയാണ് വ്യാഖ്യാനം പറയുന്നത്. അഥ വിപ്രൈഹി പുനസ്തസ്യ ബാഹുഭ്യാം മധ്യമാനാഭ്യാം മിഥുനം സമപദ്യത ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 2ാമത്തെ ശ്ലോകം. തദ്ദൃഷ്ട്വാ മിഥുനം ജാതം ഋഷയോ ബ്രഹ്മവാദിനഃ ഊജുഃ പരമസന്തുഷ്ടാ വിദിത്വാ ഭഗവത്കലാം.
ഒന്നുകൂടി പറയാം. തദ്ദൃഷ്ട്വാ മിഥുനം ജാതം ഋഷയോ ബ്രഹ്മവാദിനഃ ഊജുഹു പരമസന്തുഷ്ട വിദിത്വാ ഭഗവത്കലാം. അപ്പോൾ ഇവിടെ സ്ത്രീ പുരുഷന്മാർ ജനിച്ചതായിട്ട് കണ്ടിട്ട് ആ വേദന്മാരായിട്ടുള്ള ആ മഹർഷിമാർ ആ ഭഗവാന്റെ കലാവതാരമാണ് അത് എന്നുള്ളത് മനസ്സിലാക്കി, കലാവതാരങ്ങളാണ് അത് മനസ്സിലാക്കി. അങ്ങനെ അവർ പരമസന്തുഷ്ട, അത്യന്തം സന്തുഷ്ടന്മാരായി ഊജുഹു എന്നിട്ട് പറഞ്ഞു. അപ്പോൾ തദ്ദൃഷ്ട, ഇത് കണ്ടിട്ട് മിഥുനം, ആ മിഥുനങ്ങളെ കണ്ടിട്ട് ജാതം ഋഷയോ, ആ ഇങ്ങനെ ജനിച്ചതായിട്ടുള്ള ഈ കുട്ടികളെ കണ്ടിട്ട് ഋഷിമാർ ബ്രഹ്മവാദിന, ബ്രഹ്മവാദികളായിരിക്കുന്ന ആ ഋഷിമാർ ഊജുഹു പറഞ്ഞു, പരമസന്തുഷ്ട, വളരെ സന്തുഷ്ടിയോടുകൂടി പറഞ്ഞു. വിദിത്വാ ഭഗവത്കിലാം, എന്നാൽ അതിൽ ആ കുട്ടികൾക്ക് ഭഗവത് കലകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ സന്തുഷ്ടരായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. തത് മിഥുനം, ആ സ്ത്രീ പുരുഷന്മാരെ ജാതം ജനിച്ചതായിട്ട് ദൃഷ്ട്വാ കണ്ടിട്ട് ബ്രഹ്മവാദിന, ആ വേദജ്ഞന്മാരായിരിക്കുന്ന ഋഷിമാർ ഭഗവത് കലാം, ഭഗവാന്റെ കലാവതാരം ആണെന്ന് വിദിത്വ മനസ്സിലാക്കിയിട്ട് പരമസന്തുഷ്ട, അത്യന്തം സന്തുഷ്ടരായിട്ട് ഊജുഹു പറഞ്ഞു. ഒന്നുകൂടി പറയാം. തത് മിഥുനം, ആ സ്ത്രീ പുരുഷന്മാരെ ജാതം ജനിച്ചതായിട്ട് ദൃഷ്ട്വ കണ്ടിട്ട് ബ്രഹ്മവാദിന, വേദജ്ഞന്മാരായിരിക്കുന്ന ആ ഋഷിമാർ ഭഗവത് കലാം, ഭഗവാന്റെ കലാവതാരമാണെന്ന് വിദിത്വ മനസ്സിലാക്കിയിട്ട് പരമസന്തുഷ്ട, അത്യന്തം സന്തുഷ്ടരായിട്ട് ഊജുഹു പറഞ്ഞു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് തത് മിഥുനം ജാതം ദൃഷ്ട്വ, മിഥുനങ്ങൾ ഉണ്ടായതായിട്ട് കണ്ടിട്ട് എന്ന്. തത് മിഥുനം ജാതം ദൃഷ്ട്വ ബ്രഹ്മവാദിന ഋഷയ, ബ്രഹ്മവാദികളായിരിക്കുന്ന വേദജ്ഞരായ ആ മഹർഷിമാർ ഭഗവത് കലാം, ഭഗവാന്റെ കലാവതാരം ആണെന്ന് വിദിത്വ മനസ്സിലാക്കിയിട്ട് പരമസന്തുഷ്ട, വളരെ സന്തുഷ്ടരായിട്ട് ഊജുഹു പറഞ്ഞു. തൽ മിഥുനം ജാതം ദൃഷ്ട്വ ബ്രഹ്മവാദിന ഋഷയ ഭഗവത് കലാം വിദിത്വ പരമസന്തുഷ്ട ഊജുഹു എന്നുള്ളതാണ് അന്വയം വരുന്നത്. അപ്പോൾ ഭാര്യാഭർത്തൃഭാവത്തിലുള്ള ഈ ഇരട്ട സന്താനങ്ങൾ ആവിർഭവിച്ചതായിട്ട് കണ്ടപ്പോൾ ഭഗവാന്റെ കലയാണെന്ന് അറിഞ്ഞ ആ ഋഷിമാർ ഏറ്റവും സന്തോഷത്തോടെ ഇപ്രകാരം പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. തദ്ദൃഷ്ട്വാ മിഥുനം, ബ്രഹ്മവാദികളായിരിക്കുന്ന ആ മുനിമാർ അവിടെ ഉദ്ഭവിച്ച ആ മിഥുനത്തെ കണ്ടും അത് ഭഗവാന്റെ അംശമാണെന്ന് അറിഞ്ഞും വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. കൂടി പറയാം. ആ വേദാധ്യായനാദി മഹിമയാൽ ആ ഭഗവത് സ്വരൂപത്തെ നന്നായിട്ട് അറിഞ്ഞിരിക്കുന്ന ആ ഋഷിമാർ അപ്പോൾ ആ ജനിച്ചിരിക്കുന്ന ആ സ്ത്രീ പുരുഷന്മാരായിട്ടിരിക്കുന്ന രണ്ട് സന്താനങ്ങൾ നോക്കിയിട്ട് ഭഗവാന്റെ അംശാവതാരങ്ങളാണെന്ന് അറിഞ്ഞ് ആയതിനാൽ ഏറ്റവും സന്തുഷ്ടന്മാരായിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. തദ്ദൃഷ്ട്വാ ഭഗവത്കലേതി, ഭഗവത്കലകളോട് കൂടിയിട്ട് അവരെ കണ്ടപ്പോൾ, ആ മിഥുനങ്ങളെ കണ്ടപ്പോൾ, ജ്ഞാത്വ അറിഞ്ഞിട്ട്, കലകളുള്ളവനാണെന്ന് അറിഞ്ഞിട്ട് സന്തുഷ്ടാഹ, ആ വിപ്രന്മാരെ സന്തുഷ്ടിയോട് കൂടിയിട്ട് ഊജുഹു പറഞ്ഞു എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പോൾ തദ്ദൃഷ്ട്വാ ഭഗവത് കലേതി, അവരെ ആ ഭഗവത് കലകളോടുകൂടി കണ്ടിട്ട് അവരെ ഭഗവാന്റെ അംശം ആണെന്ന് അറിഞ്ഞ് ജ്ഞാത്വ സന്തുഷ്ടന്മാരായിട്ടുള്ള വിപ്രന്മാരെ ഊജുഹു ഋഷയ ഊജുഹു. തദ്ദൃഷ്ട്വാ ഭഗവത്കലേതി ജ്ഞാത്വ സന്തുഷ്ട ഊജുഹു ഋഷയ ഊജുഹു. അതിങ്ങനെ പറഞ്ഞിട്ടാണ് അടുത്ത ശ്ലോകത്തിൽ ഋഷിമാർ പറയുന്നത് എന്താണെന്ന് പറയുന്നത്. ഋഷയ ഊജുഹു. ഏഷ വിഷ്ണോർഭഗവതഃ കലാഭുവനപാലിനി ഇയം ച ലക്ഷ്മ്യാഃ സംഭൂതി പുരുഷസ്യാനപായിനി. ഏഷ വിഷ്ണോർഭഗവതഃ കലാഭുവനപാലിനി ഇയം ച ലക്ഷ്മ്യാഃ സംഭൂതി പുരുഷസ്യാനപായിനി. അപ്പോൾ ഈ പുരുഷൻ ഭഗവാനായിരിക്കുന്ന വിഷ്ണുവിൻ്റെ ലോകരക്ഷയ്ക്കുള്ള ആ കലയാകുന്നു. ഏഷ വിഷ്ണോർ ഭഗവത കലാ ഭുവനപാലിനി, ഭുവനപാലിനി ലോകരക്ഷയ്ക്കുള്ള കലയോടുകൂടിയവനാകുന്നു. ഇയം ച, ഈ സ്ത്രീയാകട്ടെ, ലക്ഷ്മ്യ, ഇയം ച സ്ത്രീ ലക്ഷ്മ്യ, ഭഗവാന്റെ അനപായിനി
ഭഗവാന്റെ ഒരിക്കലും പിരിയാത്ത ആ മഹാലക്ഷ്മിയുടെ അവതാരവും ആകുന്നു. ഈ സ്ത്രീയാകട്ടെ ആ മഹാലക്ഷ്മിയുടെ അവതാരം ആവുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിലത്തെ പദങ്ങൾ നോക്കാം. ഏഷഹ ഈ പുരുഷൻ, ഭഗവതഃ ഭഗവാനായിരിക്കുന്ന, വിഷ്ണോഹോ വിഷ്ണുവിൻ്റെ, ഭുവനപാലിനി ലോകരക്ഷയ്ക്കുള്ള കലയാകുന്നു. ഇയം ച ഈ സ്ത്രീയാകട്ടെ, പുരുഷസ്യ ആ ഭഗവാന്റെ, അനപായിനി ഒരിക്കലും വിട്ടുപിരിയാത്ത, ലക്ഷ്മിയാഹ മഹാലക്ഷ്മിയുടെ, സംഭൂതി അവതാരം ആകുന്നു. എന്നുകൂടി പറയാം. ഏഷഹ ഈ പുരുഷൻ, ഭഗവതഃ ഭഗവാനായിരിക്കുന്ന, വിഷ്ണോഹോ വിഷ്ണുവിൻ്റെ, ഭുവനപാലിനി ലോകരക്ഷയ്ക്കുള്ള കലയാകുന്നു. ഇയം ച ഈ സ്ത്രീയാകട്ടെ, പുരുഷസ്യ ആ ഭഗവാന്റെ, അനപായിനി ഒരിക്കലും വിട്ടുപിരിയാത്ത, ലക്ഷ്മിയാഹ ആ മഹാലക്ഷ്മിയുടെ, സംഭൂതി അവതാരവും ആകുന്നു. അപ്പോൾ ഇതിൻ്റെ അന്വയം വന്നിട്ട് ഏഷഃ ഭഗവതഃ വിഷ്ണോ ഭുവനപാലിനി കലാ ഇയം ച പുരുഷസ്യ അനപായിനി ലക്ഷ്മ്യാ സംഭൂതി. എന്നുകൂടി പറയാം. ഏഷാഹ ഭഗവതഃ വിഷ്ണോ ഭുവനപാലിനി കലാ ഇയം ച പുരുഷസ്യ അനപായിനി ലക്ഷ്മ്യാ സംഭൂതി. ഈ പുരുഷൻ ഭഗവാനായിരിക്കുന്ന വിഷ്ണുവിൻ്റെ ലോകരക്ഷയ്ക്കുള്ള കലയാകുന്നു. ഈ സ്ത്രീയാകട്ടെ ഭഗവാന്റെ ആ ഒരിക്കലും വിട്ടുപിരിയാത്ത ആ മഹാലക്ഷ്മിയുടെ അവതാരവും ആകുന്നു. ഈ പുരുഷൻ പുരുഷസ്വരൂപനായിരിക്കുന്ന ഈ സന്താനം ഭഗവാനായിരിക്കുന്ന വിഷ്ണുവിൻ്റെ ഭുവനങ്ങളെ പാലിക്കുന്ന ശക്തിയുടെ സ്വരൂപമാകുന്നു. ഈ സ്ത്രീ സ്വരൂപമാകട്ടെ മഹാപുരുഷനെ പിരിഞ്ഞിരിക്കാത്ത ആ മഹാലക്ഷ്മിയുടെ അവതാരവും ആകുന്നു. അപ്പോൾ ഇവിടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. നമുക്ക് വ്യാഖ്യാനത്തിലെ ഋഷയ ഊജു ഋഷിമാർ പറയുന്നു. പുമാൻ ഈ പുരുഷൻ, സാക്ഷാത് വിഷ്ണോഹോ കല സാക്ഷാൽ വിഷ്ണുവിൻ്റെ കലയോട് കൂടിയിട്ട് അവതരിച്ചിരിക്കുന്നു. ഏയം കന്യ ഈ കുട്ടി പെൺകുട്ടി, ലക്ഷ്മ്യാഹ കല ലക്ഷ്മിയുടെ കലയോട് കൂടിയിട്ടും അവതരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്ന ഋഷയ ഊജു ഋഷിമാർ പറയുന്നു. പുമാൻ ഈ പുരുഷൻ ആയിരിക്കുന്ന അവതാരം, സാക്ഷാൽ വിഷ്ണു കല സാക്ഷാൽ വിഷ്ണുവിൻ്റെ കല ആകുന്നു. ഏയം കന്യാഹ ലക്ഷ്മീ കല ഈ കന്യയായിരിക്കുന്ന ലക്ഷ്മിയുടെ കലയായിട്ട് അവതരിച്ചിരിക്കുന്നവളാണ്. വ്യാഖ്യാനം വന്നിട്ട് ഋഷയ ഊജുഹു പുമാൻ സാക്ഷാത് വിഷ്ണോ കല ഏയം കന്യാ ലക്ഷ്മ്യാ കല എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അത്രതു പ്രഥമോ രാജ്ഞാം പുമാൻ പ്രഥയിതാ യശഃ പൃഥുർനാമ മഹാരാജോ ഭവിഷ്യതി പൃഥുശ്രവാഃ. അത്രതു പ്രഥമോ രാജ്ഞാം പുമാൻ പ്രഥയിതാ യശഃ പൃഥുർനാമ മഹാരാജോ ഭവിഷ്യതി പൃഥുശ്രവാഃ. ഇവരിൽ ആ പുരുഷൻ ആയിട്ടുള്ള ആൾ, മഹാനായിരിക്കുന്ന മഹായശസ്വിയായിരിക്കുന്ന ആ രാജാക്കന്മാരുടെ കീർത്തിയെ വളർത്തുന്നവൻ ആയിട്ടുള്ള പൃഥു എന്ന പേരിൽ ആ ആദ്യത്തെ മഹാരാജാവ് ചക്രവർത്തിയായിട്ട് ഭവിക്കും ആണ് ഇവിടെ പറയുന്നത്. അത്രതു അങ്ങനെ അവിടെ ആ പ്രഥമോ രാജ്ഞാം ആദ്യത്തെ രാജാവായിട്ട് പുമാൻ ഈ പുരുഷൻ പ്രഥയിത യശഃ ആ രാജാക്കന്മാരുടെ കീർത്തിയെ വളർത്തുന്നവനായിട്ട് പ്രഥയിത പൃഥുർനാമ പൃഥു എന്ന പേരിലുള്ള മഹാരാജോ ഭവിഷ്യതി മഹാരാജാവായിട്ട് ഭവിക്കുന്നു. പൃഥുശ്രവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഹായശസ്വി ആയിട്ട് ഉള്ള പൃഥു മഹാരാജാവായിട്ട് അവതരിച്ചിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം നമുക്ക്. അത്ര ഇവരിൽ, പുമാൻ തു പുരുഷനാകട്ടെ, പൃഥുശ്രവാഹ മഹായശസ്വിയും, രാജാക്കന്മാരുടെ യശഃ കീർത്തിയെ പ്രഥയിത വളർത്തുന്നവരും ആയിട്ട്, പൃഥു നാമ പൃഥു എന്ന പേരിൽ, പ്രഥമഃ ആദ്യത്തെ, മഹാരാജ ചക്രവർത്തിയായിട്ട് ഭവിക്കും എന്നുകൂടി പറയാം. അത്ര ഇവരിൽ, പുമാൻ തു പുരുഷനാകട്ടെ, പൃഥുശ്രവാഹ മഹായശസ്വിയും,
രാജ്ഞാം രാജാക്കന്മാരുടെ യശഃ കീർത്തിയെ പ്രഥയിത വളർത്തുന്നവനും ആയിട്ട് പൃഥു നാമ പൃഥു എന്ന പേരിൽ പ്രഥമഃ ആദ്യത്തെ മഹാരാജ ചക്രവർത്തിയായിട്ട് ഭവിക്കും. അപ്പോൾ ഇത് അന്വയം വന്നിട്ട് അത്ര പുമാൻഡു പൃഥുശ്രവാ രാജ്ഞാം യശഃ പ്രഥയിത പൃഥു നാമ പ്രഥമം മഹാരാജ ഭവിഷ്യതി. എന്നുകൂടി പറയാം. അത്ര പുമാൻതു പൃഥുശ്രവാ രാജ്ഞാം യശഃ പ്രഥയിത പൃഥു നാമ പ്രഥമഃ മഹാരാജ ഭവിഷ്യതി. ഇവരിൽ ആ പുരുഷനാകട്ടെ മഹായശസ്വിയും രാജാക്കന്മാരുടെ കീർത്തിയെ വളർത്തുന്നവനുമായിട്ട് പൃഥു എന്ന പേരിൽ ആദ്യത്തെ ആ ചക്രവർത്തിയായിട്ട് ഭവിക്കും. ഇവരിൽ പുരുഷൻ ലോകരക്ഷാർത്ഥം അവതരിച്ച ആ ഭഗവത് കല തന്നെ. സ്ത്രീയാകട്ടെ ഭഗവാനിൽ നിന്നൊരിക്കലും വിട്ടുപിരിയാത്ത ആ ശ്രീ ഭഗവതിയുടെ അംശവും. ഈ പുരുഷൻ യശസ്സിനെ വളർത്തുന്നവനും പൃഥു എന്ന നാമധേയത്തോടു കൂടിയവനും രാജാക്കന്മാരിൽ ആദ്യത്തെ അതിശ്രേഷ്ഠനും ആയിത്തീരും. അദ്ദേഹം തൻ്റെ ആ സദ്ഭരണം കൊണ്ട് അതീവ കീർത്തിമാനായിട്ട് തീരുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവൻ ഭഗവാനായ വിഷ്ണുവിൻ്റെ ഭുവനപാലിനിയായ കലയുടെ ഈ മിഥുനത്തിൽ വെച്ചിട്ട് ആ പുരുഷൻ രാജാക്കന്മാരുടെ യശസ്സിനെ വർദ്ധിപ്പിക്കുന്നവനും പുണ്യകീർത്തിയും പൃഥു എന്ന പേരിൽ പ്രസിദ്ധനുമായിരിക്കുന്ന ആദിരാജാവായിട്ട് ഭവിക്കും. ഈ പുരുഷൻ മഹാകീർത്തിമാനും പൃഥു എന്ന് പേരുള്ളവനും രാജാക്കന്മാരിൽ പ്രഥമനും ആയിരിക്കുന്ന മഹാരാജാവായി ഭവിക്കും. അപൂർവ കർമ്മങ്ങളാൽ സ്വകീർത്തിയെ ലോകത്തിൽ പ്രസിദ്ധമാക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം നോക്കാം. അയം രാജ്ഞാം പ്രഥമഃ ഈ രാജാവ് ആദ്യത്തെ പൃഥുർനാമ പൃഥു എന്നു പേരുള്ള രാജാ ഭവിഷ്യതി രാജാവായിട്ട് ഇവിടെ ഭവിക്കുന്നു. അയം രാജ്ഞാം ഈ രാജാവ് പ്രഥമനായിരിക്കുന്ന പൃഥുർനാമ ആദ്യത്തെ അതായിരിക്കുന്ന പൃഥു എന്ന പേരിലുള്ള രാജാവായിട്ട് ആദിരാജാവായിട്ട് ഭവിക്കുന്നു. വ്യാഖ്യാനത്തിൽ പറഞ്ഞ അയം രാജ്ഞാം പ്രഥമഃ പൃഥുർനാമ രാജാ ഭവിഷ്യതി എന്നുള്ളതാണ് ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 4-ാമത്തെ ശ്ലോകം 5-ാമത്തെ ശ്ലോകം. പ്രഥയിതായശഃ പൃഥുശ്രവാഹ എന്നിവയിൽ വേനൻ വരുത്തിയ ദുഷ്കീർത്തിയെ നശിപ്പിക്കുന്നവൻ എന്ന ആദ്യത്തെ ഇതിന്, പിന്നെ സ്വന്തം കീർത്തിയെ വളർത്തുന്നവൻ എന്ന് രണ്ടാമത്തേതിൻ്റെയും അർത്ഥമായിട്ട് വരും. പ്രഥയിതായശഃ വേനൻ വരുത്തിയ ദുഷ്കീർത്തിയെ നശിപ്പിക്കുന്നവനാണ് അതിൻ്റെ അർത്ഥം. പൃഥുശ്രവാഹ എന്ന് വരുമ്പോൾ ആദ്യത്തേതിനും സ്വന്തം കീർത്തിയെ വളർത്തുന്നവൻ, അത് ആദ്യത്തേതിനും രണ്ടാമത്തേതിനും സ്വന്തം കീർത്തിയെ വളർത്തിയെന്നവൻ എന്ന അർത്ഥം വരുന്നു. രഞ്ജിതാശ്ച പ്രജാഹ സർവാസ്തേന രാജേതി ശബ്ദത്തെ. മഹാഭാരതത്തിൽ പറയുന്നുണ്ട് പൃഥുവിനാൽ ആ പ്രജകൾ രഞ്ജിപ്പിക്കപ്പെട്ടു. രഞ്ജിപ്പിക്കപ്പെട്ടു. അതിനാൽ രാജാവെന്ന സംജ്ഞയ്ക്ക് അർഹനായെന്ന് അർത്ഥം. ഇദ്ദേഹത്തെ പോലെ ഇതിനു മുമ്പ് ആർക്കും ഇത്രത്തോളം രഞ്ജിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലായകയാൽ രാജ്ഞാം എന്ന് അവിടെ പറയുന്നത് പ്രഥമഃ രാജാക്കന്മാരിൽ പ്രഥമൻ. പിത്രോപരഞ്ജിതാസ്തസ്യ പ്രജാസ്തേന അനുരഞ്ജിതാ അനുരാഗാസ്തതസ്തസ്യ നാമ രാജേത്യജായത. വിഷ്ണുപുരാണത്തിൽ പറയുന്നത് തൻ്റെ പിതാവ് പിണക്കിയവരെ ഇണക്കി എന്ന് സാരം. അപ്പോൾ അടുത്ത ശ്ലോകം 5-ാമത്തെ ശ്ലോകമാണ്. ഇയം ച സുദതീ ദേവി ഗുണഭൂഷണഭൂഷണ അർച്ചിർനാമ വരാരോഹ പൃഥുമേവാവരുന്ധതി. ഇയം ച സുദതീ ദേവി ഗുണഭൂഷണഭൂഷണ അർച്ചിർനാമ വരാരോഹ പൃഥുമേവാവരുന്ധതി. അപ്പോൾ ആ ഗുണങ്ങൾക്കും ഭൂഷണങ്ങൾക്കും അലങ്കാരമായിട്ടുള്ള ആ നല്ല സുദതി എന്ന് പറഞ്ഞാൽ നല്ല ദന്തനിരകൾ, നല്ല പല്ലുകളുള്ള അവൾ, വരാരോഹ ശ്രേഷ്ഠ ആയവളും ആയ ദേവി. ആ ദേവിയുടെ പേര് അർച്ചിർനാമ, അർച്ചിസ് എന്നുള്ളതാണ് പേര്. ആ പൃഥുവിനെ തന്നെ അനുസരിക്കുന്നവളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥുവിൻ്റെ ഭാര്യയായിട്ട് അർച്ചിസ് എന്നുള്ള അവരും ഉണ്ടായി. അനുസരിക്കുന്നവളായിട്ട് അവർ ഒരു മിഥുനങ്ങളായിട്ട് അവിടെ ആവിർഭവിച്ചു എന്നർത്ഥം. അപ്പോൾ ഇവിടുത്തെ പദങ്ങൾ വന്നിട്ട് ഗുണഭൂഷണഭൂഷണ
ഗുണങ്ങൾക്കും ഭൂഷണങ്ങൾക്കും അലങ്കാരമായിട്ടുള്ളവളും, സുദതി നല്ല ദന്തനിരയുള്ളവളും, വരാരോഹ ശ്രേഷ്ഠയും ആയ ഇയം ദേവി ച ഈ ദേവിയും, അർച്ചിഹി നാമ അർച്ചിസ്സ എന്ന പേരിൽ, പൃഥു ഏവ പൃഥുവിനെ തന്നെ അവരുന്ധതി അനുസരിക്കുന്നവളുമായിട്ട് തീരുന്നു. ഒന്നും കൂടി പറയാം. ഗുണഭൂഷണ ഗുണങ്ങൾക്കും ഭൂഷണങ്ങൾക്കും അലങ്കാരമായവളും, സുദതി നല്ല ദന്തനിരയുള്ളവളും, വരാരോഹ ശ്രേഷ്ഠയുമായ ഇയം ദേവി ച ഈ ദേവിയും, അർച്ചിഹി നാമ അർച്ചിസ്സ എന്ന പേരിൽ, പൃഥും ഏവ പൃഥുവിനെ തന്നെ അവരുന്ധതി അനുസരിക്കുന്നവളും ആയിട്ട് തീരും. അപ്പോൾ ഇതിൽ അന്വയം വന്നിട്ട് ഗുണഭൂഷണ സുദതി വരാരോഹ ഇയം ദേവീ ച അർച്ചിഹി നാമ പൃഥും ഏവ അവരുന്ധതി. ഇവിടെ പറയാം. ഗുണഭൂഷണ സുദതി ഗുണഭൂഷണ സുദതി വരാരോഹ ഇയം ദേവീ ച അർച്ചിഹി നാമ പൃഥും അവരുന്ധതി പൃഥും ഏവ അവരുന്ധതി. ഗുണങ്ങൾക്കും ഭൂഷണങ്ങൾക്കും അലങ്കാരമായിട്ടുള്ളവളും നല്ല ദന്തനിരയുള്ളവളും ശ്രേഷ്ഠമായിരിക്കുന്ന ഈ ദേവി അർച്ചിസ്സ എന്ന പേരിൽ ആ പൃഥുവിനെ തന്നെ അനുസരിക്കുന്നവളും ആയിട്ട് തീരും. ശോഭിക്കുന്ന ദന്തനിരകളോട് കൂടിയ അതിസുന്ദരിയും ഗുണങ്ങൾക്കും ഭൂഷണങ്ങൾക്കും ഭൂഷണ സ്വഭാവത്തോടു കൂടിയവളുമായിരിക്കുന്ന ഈ സ്ത്രീരത്നം അർച്ചിസ്സ എന്ന നാമധേയത്തോടു കൂടിയവളായിട്ട് ആ പൃഥുവിനെ സർവഥാ ഭർതൃഭാവേന ഭജിക്കുന്നവളായിട്ട് തീരും. ഇദ്ദേഹം ലോകരക്ഷയ്ക്കായിട്ട് അവതരിച്ച ഭഗവത് അംശമാണ്. ഇവളാകട്ടെ ഭഗവത്പരയും ഭഗവാങ്കൽ നിന്ന് ഒരിക്കലും വിട്ടുപിരിയാത്തവളുമായ മഹാലക്ഷ്മിയും ആകുന്നു എന്നാണ് പറയുന്നത്. മൂന്നാം ശ്ലോകത്തിൻ്റെ ആവർത്തനം തന്നെയാണ് പ്രഥമ ദൃഷ്ടിയാൽ ഇതെന്ന് തോന്നും. അത് അടുത്ത ശ്ലോകമാണ്. ഏഷ സാക്ഷാദരേരംശോ ജാതോ ലോകരിരക്ഷയാ ഇയം ച തൽപരാഹി ശ്രീരനുജ്ഞേന പായിനി എന്നുള്ളത് അത് അടുത്ത ശ്ലോകമാണ്. അപ്പോൾ ഈ അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനോഹര ദന്തങ്ങളുള്ളവളും ഗുണങ്ങൾക്കും അലങ്കാരവുമായിരിക്കുന്ന ഇവൾ അർച്ചിസ് എന്ന സുപ്രസിദ്ധയായിരിക്കുന്ന പൃഥുവിനെ തന്നെ ഭർതൃത്വേന ഭജിക്കുന്നവൾ ആയിട്ട് തീരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദേവസ്ത്രീ തുല്യയും സദ്ഗുണങ്ങൾക്കും ഉത്കൃഷ്ടങ്ങളായിരിക്കുന്ന ആഭരണങ്ങൾക്കും ഭൂഷണം ഇരിപ്പാൻ തക്കവണ്ണം ബുദ്ധിയോഗ്യതയും ശരീര സൗന്ദര്യവും ഉള്ള ആ സുദതിയായ ഈ ഉത്തമ സ്ത്രീ അർച്ചിസ് എന്ന കൂടിയവളായിട്ട് ആ പൃഥുവിനെ തന്നെ ഭർതൃത്വേന സ്വീകരിച്ച് ഒരുമിച്ച് വസിക്കും. പൃഥു എന്നും സ്ത്രീക്ക് അർച്ചിസ് എന്നും മുനിമാർ പൃഥുവെന്നും സ്ത്രീക്ക് അർച്ചിസ് എന്നും മുനിമാർ പേർ വിളിച്ചു എന്ന് സാരം. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. ഇയം കന്യ ഈ കന്യ പൃഥോഹോ പത്നി പൃഥുവിൻ്റെ പത്നി നാംനാ ചാർച്ചിർ ഭവിഷ്യത്തി അർച്ചിസ് എന്ന പേരോട് കൂടിയിട്ട് അവിടെ ഭവിക്കണു എന്നർത്ഥം. അപ്പോൾ ഇയം കന്യ ഈ കന്യക പൃഥുവിൻ്റെ പത്നിയായിരിക്കുന്ന ചാർച്ചിർ ഭവിഷ്യത്തി അർച്ചിസ് എന്ന പേരോട് കൂടിയിരിക്കുന്ന പത്നിയായിട്ട് ഭവിക്കുന്നു. അപ്പോൾ ഈ വ്യാഖ്യാനത്തിൽ ഇയം കന്യ പൃഥോ പത്നി നാംനാ ചാർച്ചിർ ഭവിഷ്യത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. ആറാമത്തെ ശ്ലോകം നോക്കാം. അത് ഏകദേശം മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ റെപ്പിറ്റേഷൻ തന്നെയാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഏഷ സാക്ഷാത് ഹരേരംശോ ഇപ്രകാരം ആ പുരുഷൻ ഹരിയുടെ അംശവും സാക്ഷാത് ഹരേരംശോ ജാതോ ലോകരിരക്ഷയ ലോകത്തിന് ലോകരക്ഷാർത്ഥം ജനിക്കുന്നവനാണ്. ഇയം ച തൽപരാഹി ഈ സ്ത്രീയാകട്ടെ ഭഗവാനെ വിട്ടുപിരിയാത്ത ശ്രീ മഹാലക്ഷ്മി അനുജ്ഞേന പായിനി ആ ഭഗവാനെ അനുസരിക്കുന്ന ലക്ഷ്മി ഭഗവതിയായിട്ട് കൂടെ പിറന്നവളാണ്. അനുജ്ഞേന പായിനി കൂടെ പിറന്നവളാണെന്നർത്ഥം. അപ്പോൾ ഏഷ സാക്ഷാത് ഹരേരംശോ ജാതോ ലോകരിരക്ഷയാ ഇയം ച തൽപരാഹി അനുജജ്ഞേന അനപായിനി ശ്രീരനുജജ്ഞേന പായിനി. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ഏഷ ഇദ്ദേഹം
ലോകരിരക്ഷയാ ലോകരക്ഷാർത്ഥം ജാതഃ ജനിച്ച സാക്ഷാത് ഹരേ അംശഹി സാക്ഷാൽ ഹരിയുടെ അംശം തന്നെ ഇയം ഇവൾ തത്പരാ ആ ഭഗവത് പരയും അനപായിനി വേർപെട്ടു നിൽക്കാത്തവളും ആയിരിക്കുന്ന ശ്രീഹി ആ ശ്രീ ഭഗവതി അനുജജ്ഞേ കൂടെ പിറന്നവളാകുന്നു. അനുജജ്ഞേ എന്ന് പറഞ്ഞാൽ അനുജത്തിയായിട്ട് പിറന്നവൾ, അനുജജ്ഞേ അതായത് കൂടെ പിറന്നവൾ ആകുന്നു എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം. ഏഷഃ ഇദ്ദേഹം ലോകരിരക്ഷയാ ലോകരക്ഷാർത്ഥം ജാതഃ ജനിച്ച സാക്ഷാത് ഹരേ അംശഃ ഹി സാക്ഷാൽ ശ്രീഹരിയുടെ അംശം തന്നെയാകുന്നു. ഇയം ഇവൾ തൽപരാ ഭഗവത് പരയും അനപായിനി വേർപെട്ടു നിൽക്കാത്തവളും ആയ ശ്രീ ആ ശ്രീ ഭഗവതി അനുജജ്ഞേച കൂടെ പിറന്നവൾ ആണെന്നർത്ഥം. അതിലത്തെ പദങ്ങൾ ഏഷഃ ഇദ്ദേഹം ലോകരിരക്ഷയാ ലോകരക്ഷാർത്ഥം ജാതഃ ജനിച്ച സാക്ഷാത് ഹരേ അംശഃ ഹി സാക്ഷാൽ ശ്രീഹരിയുടെ അംശം തന്നെ ഇയം ഇവൾ തത്പരാ ഭഗവത് പരയും അനപായിനി വേർപെട്ടു നിൽക്കാത്തവളും ആയ ശ്രീഹി ആ ശ്രീ ഭഗവതി അനുജജ്ഞേച്ച കൂടെ പിറന്നതും ആണ്. അതിലത്തെ അന്വയം വന്നിട്ട് ഏഷഃ ലോകരിരക്ഷയാ ജാതഃ സാക്ഷാൽ ഹരേഃ അംശഃ ഹി ഇയം യത് തത്പരാ അനപായിനി ശ്രീഹി അനുജജ്ഞേച്ച. എന്നുകൂടി പറയാം. ഏഷഃ ലോകരിരക്ഷയാ ജാതഃ സാക്ഷാത് ഹരേരംശഃ ഹി ഹരേരംശഃ ഹി ഇയം തത്പരാ അനപായിനി ശ്രീഹി അനുജജ്ഞേച്ച. അപ്പോൾ ഇദ്ദേഹം ആ ലോകരക്ഷാർത്ഥം ജനിച്ച സാക്ഷാൽ ശ്രീഹരിയുടെ അംശം തന്നെ ഇവൾ ഭഗവത് പരയും വേർപെട്ടു നിൽക്കാത്തവളുമായിരിക്കുന്ന ശ്രീ ഭഗവതി കൂടെ പിറന്നതും ആണ് എന്നർത്ഥം. ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം ലോകരക്ഷയ്ക്കായിട്ട് അവതരിച്ച ഭഗവത് അംശമാണ്. ഇവളാകട്ടെ ഭഗവത് പരയും ഭഗവാങ്കിൽ നിന്ന് ഒരിക്കലും വിട്ടുപിരിയാത്തവളുമായ മഹാലക്ഷ്മിയുമാണ്. 3-ാം ശ്ലോകത്തിൻ്റെ ആവർത്തനം എന്ന് പ്രഥമദൃഷ്ട്യാ തോന്നാം. ഇവിടെ ഭഗവതഃ കല എന്നാണ്, ഇവിടെ ഹരേരംശഃ എന്നും. രണ്ടും, ഒന്നിൽ ഭഗവത് കല ഭഗവാന്റെ കല, മറ്റേൽ ഹരേരംശ ഹരിയുടെ അംശം. കലാവതാരത്തേക്കാൾ അംശാവതാരത്തിന് ഈശ്വര ചൈതന്യം അധികമുണ്ട്. ആയതിനാൽ ആദ്യ അഭിപ്രായത്തെ തിരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആവർത്തനം എന്നെടുത്താൽ പോലും തെറ്റില്ല. പ്രശംസന്തി സ്മ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകം കൊണ്ട് അവർ വീണ്ടും വീണ്ടും പുകഴ്ത്തി എന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2-ാം ശ്ലോകത്തിലെ പരമസന്തുഷ്ടി പ്രകടമാക്കാൻ ആവർത്തനം ആവശ്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് ഈ ശ്ലോകത്തിൽ ഹരിയുടെ അംശമാണെന്നൊക്കെ പറയണത്. അപ്പോൾ അംശാവതാരാണെന്ന് പറയണത്. അപ്പോൾ ഇത് സാക്ഷാൽ ഭഗവാന്റെ തന്നെ അംശം ആ ലോകരക്ഷയ്ക്കായിട്ട് ഇവിടെ അവതരിച്ചതാണ്. ഈ ദേവിയാകട്ടെ ഭഗവാനിൽ തന്നെ താല്പര്യത്തോടു കൂടിയ ലക്ഷ്മി അദ്ദേഹത്തെ വിടാതെ ഒന്നിച്ച് അവതരിച്ചതും ആണ്. അപ്പോൾ ഇവൻ ലോകത്തെ സംരക്ഷിപ്പാനുള്ള കാരുണ്യത്തോടുകൂടെ അവതരിച്ചിരിക്കുന്ന സാക്ഷാൽ ശ്രീഹരിയുടെ അംശവും ഇപ്പോൾ ശ്രീഹരിയിൽ പരമ പ്രേമത്തോടു കൂടിയവളും ശ്രീഹരിയെ വേറിട്ടിരിക്കാത്തവളും ആയിരിക്കുന്ന ശ്രീദേവിയുടെ അവതാരവും ആകുന്നു എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ വ്യാഖ്യാനത്തിൽ അയം ലോകരക്ഷക ഇപ്രകാരം അദ്ദേഹം അലോകരക്ഷകനായിരിക്കുന്ന സാക്ഷാൽ ഹരേരംശോജാത സാക്ഷാത് ഹരിയുടെ ഹംസമായിട്ട് ജനിച്ചിരിക്കുന്നു. ഈ അംശ ഇവളാകട്ടെ തത്പര ആ ഭഗവത് പരയായിരിക്കുന്ന ശ്രീ അനുജജ്ഞേ ശ്രീ ഭഗവതി കൂടെ പിറന്നിരിക്കുന്നു അർത്ഥം. അയം ലോകരക്ഷക ലോകരക്ഷകനായിട്ട് ഇവൻ സാക്ഷാത് ഹരേരംശ സാക്ഷാത് ഹരിയുടെ അംശമായിട്ട് ജാതഃ ജനിച്ചിരിക്കുന്നു. ഈ അംശ ഇവളാകട്ടെ തത്പര ആ ഭഗവത് പ്രിയയായിരിക്കുന്ന ശ്രീ ലക്ഷ്മി അനുജയായിട്ട് കൂടെ പിറന്നിരിക്കുന്നവളായിട്ട് അവിടെ അവതരിച്ചിരിക്കുന്നു. ഭവിഷ്യതി അയം ലോകരക്ഷക സാക്ഷാൽ ഹരേരംശോ ജാതഃ ഇയം ച തത്പര ശ്രീ അനുജജ്ഞേ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനത്തിൽ വന്നത്. അപ്പോൾ ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 7-ാമത്തെ ശ്ലോകം. 7-ാമത്തെ ശ്ലോകം മൈത്രേയൻ പറയണതാണ്. മൈത്രേയ ഉവാച പ്രശംസന്തി സ്മതം വിപ്രാ ഗന്ധർവപ്രവരാജഗുഃ മുമുചുഃ സുമനോധാരാ സിദ്ധാ നൃത്യന്തി സ്വസ്ത്രിയ. പ്രശംസന്തി
സ്മതം വിപ്ര. അപ്പോൾ വിപ്രന്മാരൊക്കെ വളരെയധികം പ്രശംസിക്കുന്നു അദ്ദേഹത്തെ. ഗന്ധർവ പ്രവരാജഗുഹു. ഗന്ധർവവര്യന്മാർ ജഗുഹു എന്ന് പറഞ്ഞാൽ പാടുന്നു, അദ്ദേഹത്തെ പറ്റിയിട്ട് കീർത്തനങ്ങൾ പാടുന്നു. ഈ ഹരിയുടെ അംശാവതാരമായിരിക്കുന്ന പൃഥുവിനെ പറ്റിയിട്ട്. മുമുചുഹു സുമനോധാരാഹ. സിദ്ധന്മാരാകട്ടെ സിദ്ധാ മുമുചുഹു സുമനോധാരാഹ. സിദ്ധന്മാരാകട്ടെ പുഷ്പവൃഷ്ടി നടത്തുന്നു. സുമനോധാരാഹ, ആ പൃഥുവിനെ പുഷ്പവൃഷ്ടി നടത്തുന്നു. മുമുചുഹു ചൊരിയുന്നു. സ്വസ്ത്രീയ അപ്സര സ്ത്രീകളാകട്ടെ നൃത്യന്തി. നൃത്യന്തി സ്വസ്ത്രീയ. അപ്സര സ്ത്രീകൾ അവിടെ അവിടെ നൃത്തം ചെയ്യണു, സ്വയം നൃത്തം ചെയ്യണു എന്നർത്ഥം. അപ്പോൾ സ്മ ഓരോരുത്തരും അവർ സ്വയമേവ പ്രശംസന്തി സ്മതം വിപ്രാ. വിപ്രന്മാർ പ്രശംസിക്കുന്നു. ഗന്ധർവ പ്രവരാ ജഗു. ഗന്ധർവപ്രവരന്മാർ പാടുകയാണ്, അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളെ പാടുന്നു. മുമുചുഹു സുമനോധാരാ സിദ്ധ. സിദ്ധന്മാർ അവരുടെ കൈകളെ കൊണ്ട് പുഷ്പവൃഷ്ടി അങ്ങനെ ചൊരിയണു. നൃത്യന്തി സ്വസ്ത്രീയ. സ്ത്രീകളാകട്ടെ അപ്സര സ്ത്രീകളാകട്ടെ നൃത്യന്തി സ്മ നൃത്തമാടുന്നു. ഇപ്പോഴത്തെ പദങ്ങൾ വിപ്രാഹ ബ്രാഹ്മണർ തം അദ്ദേഹത്തെ പ്രശംസന്തി സ്മ പ്രശംസിച്ചു. ഗന്ധർവപ്രവരാഹ ഗന്ധർവപ്രവരന്മാരാകട്ടെ ജഗുഹു ഗന്ധർവവര്യന്മാർ ജഗുഹു പാടി. സിദ്ധാഹ സിദ്ധന്മാർ സുമനോധാരാഹ പുഷ്പവൃഷ്ടി മുമുചുഹു ചൊരിഞ്ഞു. സ്വസ്ത്രീയ അപ്സര സ്ത്രീകൾ നൃത്യന്തി സ്മ നൃത്തം ആടി. ഒന്നുകൂടി പറയാം. വിപ്രാഹ ബ്രാഹ്മണർ തം അദ്ദേഹത്തെ പ്രശംസന്തി സ്മ പ്രശംസിച്ചു. ഗന്ധർവപ്രവരാഹ ഗന്ധർവവര്യന്മാർ ജഗുഹു പാടി. സിദ്ധാഹ സിദ്ധന്മാർ സുമനോധാരാഹ പുഷ്പവൃഷ്ടി മുമുചുഹു ചൊരിഞ്ഞു. സ്വസ്ത്രീയ അപ്സര സ്ത്രീകളാകട്ടെ നൃത്യന്തി സ്മ നൃത്തം ആടി. അപ്പോൾ ഇവിടെ അന്വയം വന്നിട്ട് വിപ്രാഹ തം പ്രശംസന്തി സ്മ ഗന്ധർവപ്രവരാഹ ജഗുഹു സിദ്ധാഹ സുമനോധാരാഹ മുമുചുഹു സ്വസ്ത്രീയ നൃത്യന്തി സ്മ എന്നുള്ളതാണ് വരുന്നത്. വിപ്രാഹ തം പ്രശംസന്തി ഗന്ധർവപ്രവരാഹ ജഗുഹു സിദ്ധാഹ സുമനോധാരാഹ മുമുചുഹു സ്വസ്ത്രീയ നൃത്യന്തി സ്മ. അപ്പോൾ ആ ബ്രാഹ്മണർ അദ്ദേഹത്തെ പ്രശംസിച്ചു. ഗന്ധർവവര്യന്മാർ പാടി. സിദ്ധന്മാർ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. അപ്സര സ്ത്രീകൾ നൃത്തം ആടി. ബ്രാഹ്മണ ഋഷികളും അദ്ദേഹത്തെ പ്രശംസിച്ചു. ഗന്ധർവന്മാർ ഗാനം ആലപിച്ചു. സിദ്ധന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. അപ്സരസുകൾ നൃത്തം ചെയ്തു. അപ്പോൾ വിപ്രന്മാർ ഇവനെ പ്രശംസിച്ചു. ഗന്ധർവ മുഖ്യന്മാർ പാടി. സിദ്ധന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. അപ്സരസുകൾ നൃത്തം വെച്ചു. എല്ലാറ്റും ഒരുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവൻ ലോകത്തെ സംരക്ഷിപ്പാനുള്ള ഭൃഗ്വാദികളായിരിക്കുന്ന ഋഷികളെ കൂടാതെ അവിടെ ഉണ്ടായിരുന്ന അസാധാരണ വിപ്രന്മാർ ബ്രാഹ്മണന്മാർ ഭഗവാന്റെ കല്യാണ ഗുണങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്തു. ഗന്ധർവന്മാരുടെ അധിപതിയായിരിക്കുന്ന വിശ്വാവസു മുതലായി തുടങ്ങിയിട്ടുള്ള ആൾക്കാർ സന്തോഷ സൂചകമായിട്ട് ഗാനങ്ങൾ പാടി. സിദ്ധന്മാരാകട്ടെ പുഷ്പവർഷം ചെയ്തു. ദേവസ്ത്രീകളാകട്ടെ നർത്തനം ചെയ്തു. അതാണ്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ വന്നിട്ട് വിപ്രാഹ ഏവം തം പ്രശംസന്തി സ്മ. ആ വിപ്രന്മാർ ഇദ്ദേഹത്തെ പ്രശംസിച്ചു. ഗന്ധർവാ ജഗു ഗന്ധർവന്മാർ പാടി. സിദ്ധാഹ പുഷ്പവൃഷ്ടിം ചക്രുഹു സിദ്ധന്മാരെ പുഷ്പവൃഷ്ടി ചെയ്തു. അപ്സരസോ നൃത്തു അപ്സരസുകളെ നൃത്തം ചെയ്തു. ഒന്നുകൂടി പറയാം. വിപ്രാഹ ഏവം വിപ്രന്മാർ ഇപ്രകാരം തം ആ പൃഥുവിനെ പ്രശംസിച്ചു. പ്രശംസന്തി സ്മ സ്വയം പ്രശംസിച്ചു. ഗന്ധർവാഹ ഗന്ധർവന്മാർ ജഗു അദ്ദേഹത്തെ പറ്റി കീർത്തനങ്ങൾ പാടി. സിദ്ധന്മാരാകട്ടെ പുഷ്പവൃഷ്ടിം ചക്രുഹു പുഷ്പവൃഷ്ടിയെ ചെയ്തു. അപ്സരസോ നൃത്തു അപ്സരസുകൾ നൃത്തം ചെയ്തു. അപ്പോൾ വിപ്രാഹ ഏവം തം പ്രശംസന്തി സ്മ ഗന്ധർവാഹ ജഗുഹു സിദ്ധാഹ പുഷ്പവൃഷ്ടിം ചക്രുഹു അപ്സരസോ നൃതു
എന്നാണ് വ്യാഖ്യാനത്തിൽ വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 8ാമത്തെ ശ്ലോകം ഇതിനോട് കണക്ട് ചെയ്തുള്ള ശംഖതൂര്യ മൃദംഗാദ്യാ നേതുർ ദുന്ദുഭയോ ദിവി തത്ര സർവ ഉപാജഗ്മുർ ദേവർഷി പിതൃണാം ഗണാഃ. ശംഖതൂര്യ മൃദംഗാദ്യാ നേതുർ ദുന്ദുഭയോ ദിവി തത്ര സർവ ഉപാജഗ്മുർ ദേവർഷി പിതൃണാം ഗണാഃ. അവിടെ ആ അന്തരീക്ഷത്തിൽ ദിവി അന്തരീക്ഷത്തിൽ ആ ശംഖതൂര്യ മൃദംഗ, ശംഖം, പെരുമ്പറ, മൃദംഗം മുതലായവയുടെയും ദുന്ദുഭയോ ആ ദുന്ദുഭികളുടെയും ശബ്ദം അവിടെ അങ്ങനെ ശബ്ദിച്ചു. ദേവർഷി പിതൃണാം ദേവന്മാരും ഋഷികളും പിതൃക്കളും എന്നിവരുടെ ആ സർവേഗണ എല്ലാ കൂട്ടങ്ങളും അവിടെ വന്ന് തത്ര അവിടെ ഉപാജഗ്മുഹു എത്തിച്ചേർന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ശംഖതൂര്യ മൃദംഗാദ്യാ നേതുർദുന്ദുഭയോ ദിവി അന്തരീക്ഷത്തിൽ ശംഖം, മൃദംഗം, പെരുമ്പറ ഇവയുടെയൊക്കെ വാദ്യങ്ങളുടെയും ദുന്ദുഭി തുടങ്ങിയിട്ടുള്ള വാദ്യങ്ങളുടെയൊക്കെ ആ മുഴക്കം ഇങ്ങനെ കേൾക്കാനുണ്ട്. തത്ര സർവ അവിടെ എല്ലാ ഇവരും ആരായ ദേവർഷി പിതൃ ഗണാഹ ദേവർഷിമാർ, പിതൃക്കൾ, ഋഷിമാർ എല്ലാവരും ഉപാജഗ്മുഹു അവിടെ വന്നു ചേർന്നു ആണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങളെ ദിവി അന്തരീക്ഷത്തിൽ ശംഖതൂര്യ മൃദംഗാദ്യാഹ ശംഖം, പെരുമ്പറ, മൃദംഗം മുതലായവയും ദുന്ദുഭയോഹോ ദുന്ദുഭികളും നേതുഹു ശബ്ദിച്ചു. ദേവർഷി പിതൃണാം ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ എന്നിവരുടെ സർവേ ഗണാഹ സർവ എല്ലാ സംഘങ്ങളും തത്ര അവിടെ ഉപാജഗ്മുഹു എത്തിച്ചേർന്നു. എന്നുകൂടി പറയാം. ദിവി അന്തരീക്ഷത്തിൽ ശംഖതൂര്യ മൃദംഗാദ്യാഹ ശംഖം, പെരുമ്പറ, മൃദംഗം മുതലായവയും ദുന്ദുഭയ ദുന്ദുഭികളും നേതുഹു ശബ്ദിച്ചു. ദേവർഷി പിതൃണാം ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ എന്നിവരുടെ സർവേ ഗണാഹ എല്ലാ സംഘങ്ങളും തത്ര അവിടെ ഉപാജഗ്മുഹു എത്തിച്ചേർന്നു. അതിലത്തെ അന്വയം വന്നിട്ട് ദിവി ശംഖതൂര്യ മൃദംഗാദ്യാ ദുന്ദുഭയ നേതുഹു ദേവർഷി പിതൃണാം സർവേ ഗണാ തത്ര ഉപാജഗ്മുഹു. എന്നിവിടെ പറയാൻ ദിവി ശംഖതൂര്യ മൃദംഗാദ്യാ ദുന്ദുഭയ നേതുഹു ദേവർഷി പിതൃണാം സർവേ ഗണാഃ തത്ര ഉപാജഗ്മുഹു. പിതൃണാം എന്നുള്ളത് ആർഷ ആയിട്ടുള്ള ഭാഷയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ ശംഖം, പെരുമ്പറ, മൃദംഗം, ദുന്ദുഭി മുതലായ വാദ്യഘോഷങ്ങൾ ആകാശത്ത് മുഴങ്ങി. ആ ദേവർഷികളെ, പിതൃഗണങ്ങൾ എന്നിവരെല്ലാം അവിടെ വന്നെത്തിച്ചേർന്നു. ആകാശത്തിൽ ശംഖം, തൂര്യം, മൃദംഗം, ശംഖം, പെരുമ്പറ, മൃദംഗം നൃത്തം, ദുന്ദുഭി മുതലായവയുടെ വാദ്യങ്ങൾ മുഴങ്ങി. ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ എന്നിവരുടെ സംഘങ്ങളും അവിടെ വന്നു ചേർന്നു. സ്വർഗത്തിൽ നിന്നും ശംഖം, തുര്യം, മൃദംഗം മുതലായ വാദ്യങ്ങളെ ദേവന്മാർ മുഴക്കി. പൃഥുവിൻ്റെ അവതാരമുണ്ടായ സ്ഥാനത്തിൽ ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ ഇവരുടെ സംഘം വന്ന് ചേർന്നു ഉള്ളതാണ്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്ന് നോക്കാം. സ്വർഗത്തിൽ നിന്നും ശംഖതൂര്യ മൃദംഗ ദുന്ദുഭയോ നേതു ശംഖം, തൂര്യം, മൃദംഗം ദുന്ദുഭി തുടങ്ങിയിട്ടുള്ളവ അങ്ങനെ കൊട്ടി വാദ്യങ്ങൾ മുഴക്കി. തത്ര സർവേ അവിടെ എല്ലാ ദേവർഷി ബ്രഹ്മാദ്യാഹ ദേവർഷിമാരും ബ്രഹ്മർഷിമാരും എല്ലാവരും അവിടെ യേയുഹു വന്നു ചേർന്നു. തത്ര സർവേ ദേവർഷിർ ബ്രഹ്മാദ്യ ദേവർഷിയും ഒക്കെ എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. പിതൃക്കളും ബ്രഹ്മാ തുടങ്ങിയിട്ടുള്ള പിതൃക്കളൊക്കെ എല്ലാവരും അവിടെ എത്തിച്ചേർന്നു എന്നർത്ഥം. അപ്പോൾ സ്വർഗേ ശംഖ മൃദംഗ തുന്ദുഭയോ സ്വർഗത്തിൽ നിന്നും ശംഖം, തൂര്യം, മൃദംഗം, ദുന്ദുഭി തുടങ്ങിയ വാദ്യങ്ങൾ മുഴങ്ങി. തത്ര പൃഥു അവതരിച്ചപ്പോൾ തത്ര സർവേ അവിടെ എല്ലാ ദേവർഷി പിതൃ ബ്രഹ്മാദ്യ ദേവർഷിമാരും പിതൃക്കളും ബ്രഹ്മാദി തുടങ്ങിയിട്ടുള്ള എല്ലാവരും യേഹു അവിടെ എത്തിച്ചേർന്നു എന്നർത്ഥം. അപ്പോൾ വ്യാഖ്യാനം വന്നിട്ട് ഒന്നുകൂടി പറയാം. സ്വർഗേ ശംഖമൃദംഗ ദുന്ദുഭയോ നേതുഹു തത്ര സർവേ ദേവർഷി പിതൃബ്രഹ്മാദ്യ യേയുഹു അതാണ് വ്യാഖ്യാനത്തിൽ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.